ഇപ്പോൾ നാം ശ്രവിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജനാസം ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു. സാറാഫുകളവർ ഓരോ ദിവസവും പാടിപ്പുകഴ്ത്തുമ്പോൾ, സാറാഫുകളവർ ഓരോ ദിവസവും പാടിപ്പുകഴ്ത്തുമ്പോൾ, അതിലുന്നതമായ സ്ഥാനങ്ങളിന്മേൽ എന്നെ നടത്തുന്നു, അതിലുന്നതമായ സ്ഥാനങ്ങളിന്മേൽ എന്നെ നടത്തുന്നു, വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു, ഈ മരുയാത്രയിൽ കാണടിയാകാതെ എന്നെ നടത്തുന്നു, ഈ മരുയാത്രയിൽ കാണടിയാകാതെ എന്നെ നടത്തുന്നു, വഴി നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീയൊരു അനുഗ്രഹമായിരിക്കും. അബ്രാഹാമിനോട് ദൈവം നൽകുന്ന ഒരു വലിയ വാഗ്ദാനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ചയിലും നാം ചിന്തിച്ചത്. ഇവിടെ തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് ദൈവം തന്നെ വിളിച്ചപ്പോൾ അതിലാദ്യമായി താൻ അനുഭവിച്ചത് വലിയൊരു ക്ഷാമമായിരുന്നു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത്. 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ദേശത്ത് ക്ഷാമമുണ്ടായി, ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിലേക്ക് ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി എന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഭക്തന്മാരുടെ കാലഘട്ടങ്ങളിൽ വലിയ ക്ഷാമം സംഭവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇസഹാക്കിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായത് മുഖാന്തരം കനാൻ ദേശം വിട്ട് അവർ പോയതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ 46-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ക്ഷാമം മുഖാന്തരം യാക്കോബ് മിസ്രൈമിലേക്ക് പോയതായിട്ട് നാം അവിടെ വായിക്കുകയാണ്. ഇനി രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായത് മുഖാന്തരം എലീമിലേക്കും കുടുംബവും മോവാബ് ദേശത്ത് പാർക്കേണ്ടതിനായിട്ട് പോയി എന്ന് നാം വായിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ ഏലിയാവിൻ്റെ കാലത്ത് ദേശത്ത് ക്ഷാമം ഉണ്ടായതായിട്ടും 2 രാജാക്കന്മാർ 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ എലീശയുടെ കാലത്ത് ക്ഷാമമുണ്ടായതായിട്ടും നാം വായിക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഭക്തന്മാരുടെ കാലഘട്ടങ്ങളിൽ ക്ഷാമം സംഭവിച്ചു എന്നുണ്ട്. അപ്പോൾ ഈ ക്ഷാമം ഉണ്ടായത് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതുപോലെ അവിടെ ഈ ഭക്തന്മാർ ദോഷം ചെയ്തതുകൊണ്ടോ പാപം ചെയ്തതുകൊണ്ടോ അവരുടെ വിശ്വാസം ശരിയല്ലാത്തതുകൊണ്ടോ അവർ മോശം പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ ദൈവപ്രസാദമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അനുസരണക്കുറവ് കൊണ്ടോ വിശ്വാസക്കുറവ് കൊണ്ടോ ഒന്നും അല്ല. ചിലയിടങ്ങളിൽ ദൈവം രാജാക്കന്മാരുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ അവരുടെ പാപം നിമിത്തമാണ് എന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മറ്റു ഭാഗങ്ങളിലൊന്നും അതവരുടെ പാപം മുഖാന്തരമല്ല. എന്നാൽ ദേശത്ത് ക്ഷാമം വന്നത് അവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ഒരു ഉദ്ദേശവും കൂടാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നാം ഓരോരുത്തരും മുന്നമേ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അബ്രഹാമിനെ ദൈവത്തിന് അനുഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ
സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ മാത്രം അല്ലെങ്കിൽ സമൃദ്ധി മാത്രം ജീവിതത്തിൽ ഉയർച്ച മാത്രം നൽകിയല്ല അബ്രഹാമിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ പല അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടാണ് തൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ലോകത്തിൽ കുന്നുകൾ മാത്രമല്ല ഉള്ളത്. നമ്മുടെ കേരളത്തിൽ ഹൈറേഞ്ച് മേഖലകളിലേക്ക് പോയാൽ ധാരാളം കുന്നുകളെ അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ താമസിക്കുന്ന നോർത്ത് ഈസ്റ്റിലെ ആസാം ഒഴികെ ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, അരുണാചൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം വലിയ കുന്നുകൾ നിറഞ്ഞ പ്രദേശങ്ങളാണ്. നാം എവിടെ നോക്കിയാലും വലിയ കുന്നുകൾ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം ആ കുന്നുകളെ മാത്രമല്ല അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെയോ ആ കുന്നുകൾക്കപ്പുറത്ത് വലിയൊരു താഴ്വരയുണ്ട്. ആ കുന്ന് കയറിയാൽ താഴേക്ക് വലിയ കുത്തനെയൊരു ഇറക്കമുണ്ട്. അപ്പോൾ കുന്നുകൾ മാത്രമുള്ളൊരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഉയർച്ചകൾ മാത്രമുള്ളൊരു ലോകത്തിലല്ല നമ്മൾ ആരും ജീവിക്കുന്നത്. അതിനപ്പുറം ഒരു കുന്ന് കയറുമ്പോൾ അതിനപ്പുറത്ത് ആ കയറിയ കുന്നുപോലെ തന്നെ ഒരു ഇറക്കമുണ്ടെന്നുള്ളതാണ്. അവിടെ ഒരു വലിയ താഴ്വരയുണ്ട്. അപ്പോൾ ഉയർച്ചയ്ക്കപ്പുറം ഒരു താഴ്ചയുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഇതെല്ലാം നിറഞ്ഞതാണ്. ദൈവം ഈ പ്രകൃതിയെപ്പോലും അങ്ങനെയാ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ണുകളിൽ ദൈവം വിശേഷപ്പെട്ട ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, നാം കരയുമ്പോൾ കണ്ണുനീര് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു പ്രതിഭാസമായത്. കണ്ണ് കാഴ്ചയ്ക്ക് മാത്രം പോരായിരുന്നോ? കരയാനായിട്ട് ഈ കണ്ണുനീരെന്തിനാ? കണ്ണുനീരിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അല്ല, കണ്ണുനീര് വേണം. ദൈവം അതും ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. എവിടെ? നമ്മുടെ കണ്ണിനകത്ത്. നാം സങ്കടപ്പെടുമ്പോൾ അത് തുള്ളികളായി പുറത്തേക്ക് വരികയാണ്. നാം കരയുമ്പോൾ അപ്പോൾ സന്തോഷവുമുണ്ട്, കണ്ണുനീരുമുണ്ട് ജീവിതത്തിൽ. ഇതെല്ലാം മനുഷ്യന് ദൈവം വച്ചിരിക്കുന്നതാണ്. അവിടെ പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും ദൈവത്തെ കുറ്റം പറഞ്ഞും ഈ ദൈവം ശരിയല്ലെന്നും പറഞ്ഞ് പിന്മാറിപ്പോകുന്ന ആളുകളായിട്ടല്ല നാം ഓരോരുത്തരും ആയിരിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇതെല്ലാം വച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് അനുഗ്രഹം, അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇരിക്കുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് ആദ്യം തൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്നത് ക്ഷാമത്തിൻ്റെ അനുഭവമാണ്. ക്ഷാമത്തിൻ്റെ അനുഭവം. അത് ദൈവം അബ്രഹാമിനെ കൈവിട്ട അനുഭവമല്ല. ദൈവം അബ്രഹാമിനോട് കോപിച്ചതുകൊണ്ട് ക്ഷാമത്തിലേക്ക് തള്ളിവിട്ടതല്ല. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ ഇതെല്ലാം ഉണ്ട് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അനവധി ആളുകളുടെയും ജീവിതത്തിലെ വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ആളുകൾ സമൃദ്ധിയും സന്തോഷവും ഉയർച്ചയും നല്ല പേരും പെരുമയും നല്ലത് 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 നല്ലതെന്നും നോക്കി മാത്രം ഇരിക്കുന്നവരായിട്ട് മാറും. അതിനിടയിലെ ജീവിതത്തിൻ്റെ ചില താഴ്ചകളെ അംഗീകരിക്കാൻ, സ്വീകരിക്കാൻ, അതിന് ഒന്ന് വിധേയപ്പെടാൻ മനസ്സില്ലാതെ വരും. എത്രയോ ആളുകളാണ് ഭക്തി ഉപേക്ഷിച്ചു പോകുന്നത്. എത്രയോ ആളുകളാണ് ഈ ദൈവത്തെ വേണ്ട എന്ന് പറയുന്നത്. ജീവിതത്തിൽ രോഗം വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ, താഴ്ചകൾ വരുമ്പോൾ, പിന്നെ ക്ഷാമം വരുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, കുടുംബത്തിൽ അല്പം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ
ദൈവത്തെ വിട്ട്, സഭയെ വിട്ട്, തിരുവചനത്തെ വിട്ട് പിന്മാറിപ്പോകുന്ന ധാരാളം ആളുകളെ കാണും. പ്രിയമുള്ളവരെ, നാം പിന്മാറിപ്പോകാനായിട്ടല്ല വിശ്വാസത്തിൻ്റെ ചുവട് വെച്ച് മുമ്പോട്ട് വന്നത്. അബ്രഹാം ഒരിക്കലും ഈ ക്ഷാമം കണ്ടിട്ട് പിന്മാറിപ്പോയില്ല. എബ്രായ ലേഖനത്തിലൊരു വാക്യമുണ്ട്, 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അബ്രഹാം വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ ക്ഷാമം കണ്ടപ്പോൾ അബ്രഹാമിന് മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ വിട്ടുപോകുന്നതിന് ഓർത്തില്ല. അവിടെയാണ് വിജയം. അബ്രഹാം എന്ത് വിട്ടുപോന്നു, എന്തിനു ഉപേക്ഷിച്ചു, അതോർത്തില്ല. കാരണം മുമ്പിൽ അനുഗ്രഹത്തോടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ മുഖം അബ്രഹാമിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിന്നു എന്നുള്ളതാണ്. ആ വിശ്വാസയാത്രയിൽ ദൈവം തരുന്നത് എന്തും രണ്ട് കരവും നീട്ടി സ്വീകരിപ്പാൻ മനസ്സുള്ളവനായ അബ്രഹാം നിന്നപ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസിയെ, പ്രിയ ദൈവദാസ, താങ്കൾ കടന്നു പോകുന്ന സാഹചര്യത്തെ രണ്ട് കരവും നീട്ടി സ്വീകരിക്കാൻ താങ്കൾക്ക് കഴിയുന്നുവെങ്കിൽ ഇത് ദൈവം എനിക്ക് തന്ന നന്മ, ഇത് ദൈവം എനിക്ക് തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞതിനെ സ്വീകരിച്ച് മനസ്സോടെ ഏറ്റെടുക്കുവാൻ താങ്കൾ എപ്പോൾ തയ്യാറാകുന്നുവോ അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആരംഭം. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ അനുഗ്രഹം ദൈവം അബ്രഹാമിന് മാത്രമല്ല, എനിക്കും താങ്കൾക്കും കൂടി ദൈവം വെച്ചിട്ടുള്ളതാണ്. അത് പ്രാപിച്ചു മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ.